ഹായ് സ്റ്റുഡൻസ്, റീസെൻ്റ്ലി PT എക്സാമിന് കുറച്ച് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് സെൻറ്റൻസിന് ഇത്രയും കാലം നമുക്ക് ഹെഡ്ഫോണിൽ ബീപ്പ് സൗണ്ട് കേൾക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റിപ്പീറ്റ് സെൻറ്റൻസിന് നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. 2, റീഡ് അലൗഡ്, റീഡിങ്, ഹൈലൈറ്റ്, ഇൻകറക്റ്റ് വേർഡ്സ് ഇതിൻ്റെയൊക്കെ ഫോൺ സൈസ് നമുക്ക് കുറച്ച് വലുതായിരുന്നു. അവരിപ്പം ഫോൺ സൈസ് കുറച്ച് കുറച്ചിട്ടുണ്ട്, ചെറിയ സൈസ് ആക്കിയിട്ടുണ്ട്. 3, സാധാരണ നമുക്ക് റെക്കോർഡിംഗ് ബാർ ഇങ്ങനെ നേരെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ റെക്കോർഡിംഗ് ബാർ ഇപ്പം അത് മാറ്റി അതൊരു സർക്കിൾ രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഡൗട്ടായിരിക്കും ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ, അതിങ്ങനെ മിന്നി പൊക്കോണ്ടിരിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഹൈലൈറ്റ്, ഇൻകറക്റ്റ് വേർഡ്സ് ഒക്കെ വരുമ്പോഴത്തേനും ആ ഓഡിയോയുടെ സ്പീഡ് കുറച്ചധികം സ്പീഡിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല പോർട്ടലിൽ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ടിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്ന അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ യൂഷ്വലി നമുക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പക്ഷേ വളരെ റെയർ കേസിൽ കുട്ടികൾക്ക് സമ്മറൈസ് സ്പോക്കൺ ടെസ്റ്റ് ഒരെണ്ണം വരുന്നുണ്ട്. അന്നേരം നിങ്ങൾ നോക്കുമ്പോഴത്തേനും അവസാനം റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കില്ല 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ 15 മിനിറ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പം അത്രയും സമയം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ വരെ വരുന്നുണ്ട്. അത് വളരെ റെയർ കേസാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ ചെയ്തതിൽ ഒരു 3 കുട്ടികൾക്ക് മാത്രമാണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ 6 ക്വസ്റ്റ്യൻ വന്നത്. ബാക്കി എല്ലാവർക്കും 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതേപോലെ ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരുന്ന ടാസ്കുകൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനും അങ്ങനെ ലിസണിങ്ങിൽ ലീസ്റ്റ് പ്രയോറിറ്റി ടാസ്കുകൾക്കൊക്കെ ഇപ്പോൾ കൂടുതലും വീഡിയോസാണ് വരുന്നത്. സോ ഇതെല്ലാം പുതിയ അപ്ഡേറ്റുകളാണ്. ഇതേപോലത്തെ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാനായിട്ട് ജാനമൻ അക്കാഡമി അല്ലെങ്കിൽ പ്രൊക്യൂർ PTയുടെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് പേജും ഫോളോ ചെയ്യാം.